ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇതൊരു കുട്ടി വീഡിയോ, പക്ഷെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോ തന്നെ കേട്ടോ ഇത്. കാരണം നമുക്കിപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ നോമ്പെല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് എന്ത് റെസിപ്പി ചെയ്യുന്നെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ ഈ ഒരു ഇത് വലിയൊരു പണി പോലെ തന്നെയാട്ടാ. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നല്. കുറച്ചും കൂടി നമ്മളെ പണി എളുപ്പത്തിന് ചെയ്തു തീർക്കാനും നമുക്ക് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും ഓരോ കപ്പ് വീതമായിട്ടാണ് എടുത്തു വെച്ചത്. 250 ml കപ്പിൽ ഓരോ കപ്പ് വീതം എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും ഞാനിപ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് പേസ്റ്റ് ആക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഇത് രണ്ടും നല്ലോണം കഴുകിയിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടാണ് എടുത്തത്. അപ്പം ഞാനിതാ ഫസ്റ്റ് ഗാർലിക് പേസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഉണക്കിയിട്ട് തന്നെ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതാ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ആട്ടോ ചേർക്കുന്നത്. ഓയിൽ കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതാ ഒന്നുകൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ജിഞ്ചർ പേസ്റ്റും കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിനെ ഇപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തന്നെ കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് ജാറിലാട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്ലാസ് ജാർ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. എങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് നല്ലോണം വെള്ളം തുടച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ ഒരു മാസത്തോളം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിലും കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.